Res. ഓക്കെ, നമുക്ക് റിസർച്ചിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് റിസർച്ച്? നമ്മൾ കുറെ സ്റ്റെപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ കുറെ ഡാറ്റാസ്, ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ഡാറ്റാസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, ലാസ്റ്റ് അത് ഫൈനൽ റിസൾട്ടിലെത്തും. ഇതാണ് എന്ത് നമ്മളത് റിസർച്ച്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്താണ്? റിസർച്ച് എന്ന് വെച്ചാൽ സ്റ്റെപ്സ് യൂസ്ഡ് ടു കളക്ട് ആൻഡ് അനലൈസ് ഇൻഫോർമേഷൻസ് ടു ഇൻക്രീസ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ടോപ്പിക് ഉപദേശിക്കും. എന്താണ്? ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, കുറെ സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യും. ആ കിട്ടിയ ഡാറ്റാസിൽ നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, ലാസ്റ്റ് എന്ത് ചെയ്യും, ഫൈനൽ ഒരു റിസൾട്ടിലേക്ക് ഇറക്കും. ഇതാണ് എന്ത് റിസർച്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാറുള്ളത് എന്താണ്? റിസർച്ച് കുറച്ച് സ്റ്റെപ്സ് ആണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ച് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ റിസർച്ച് നടത്തേണ്ടത്, എന്താണ് നമ്മുടെ ഇഷ്യൂ, ഏത് ഇഷ്യൂസിനെ പറ്റിയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ മീൻസ് ഓൾറെഡി ഇതിനെപ്പറ്റി കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പഠിച്ചിട്ടുണ്ട്, സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റഡീസ് നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെ സ്റ്റഡി ചെയ്തിട്ടുണ്ടോ അത് നമ്മളോട് അനലൈസ് ചെയ്ത് നോക്കുന്നു, റിവ്യൂ ചെയ്ത് നോക്കുന്നു എന്ന് പറയും ലിറ്ററേച്ചർ റിവ്യൂ. അതായത് പബ്ലിക്കേഷൻസ്, കുറെ പബ്ലിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നടത്തിയ റിസർച്ച് ഇതിനെപ്പറ്റി ബേസ് ചെയ്തിട്ട് കുറെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ ബുക്കുകൾ അല്ലെങ്കിൽ ആ പബ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണെന്ത്, ഡിറ്റർമൈൻ സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യണം. ഈ പ്രോബ്ലത്തെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, കുറെ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യും. ആ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ എന്ത് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. ഫോർത്ത് സ്റ്റെപ്പ് ആണെന്ത്, സെറ്റ് ആൻഡ് ഹൈപ്പോത്തസിസ്. നമ്മൾ ഗസ് ചെയ്യാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയായി വരാം എന്നുള്ള കാര്യം നമ്മൾ ഗസ് ചെയ്യാണ്. അതാണെന്ത് ഹൈപ്പോത്തസിസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെന്ത്, ചൂസ് എ മെത്തേഡ് ഫോർ ഡാറ്റ കളക്ഷൻ. ഹൈപ്പോത്തസിസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ് ചൂസ് ചെയ്യും. ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഏത് മെത്തേഡ് വഴിയാണ് ഇവിടെ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, ചൂസ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെന്ത്, ആ ചൂസ് ചെയ്ത മെത്തേഡ്സ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യും, ഇന്റർപ്രിട്ടേഷൻ ചെയ്യും. ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ഒരു ഫൈനൽ റിപ്പോർട്ടിലെത്തും. അതെന്ത് ചെയ്യും, നമ്മൾ പബ്ലിക്കേഷൻ ചെയ്യും. അല്ലെങ്കിൽ റിസർച്ചിന്റെ നമ്മൾ എന്ത് ചെയ്യും, എല്ലാവർക്കും കൂടി ഇവാലുവേഷൻ ചെയ്തിട്ട് എല്ലാവരുമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന സാധനമാണ് ഫൈനൽ സ്റ്റെപ്സ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയായിരിക്കും. എപ്പോഴാണ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തസിസ് ചെയ്യുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എപ്പോഴാണ് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, അല്ലെങ്കിൽ ഒരു റിസർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ ഏതായിരിക്കും, റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റേജ് ഏതാണ്, റിപ്പോർട്ടിംഗ് ആൻഡ് ഇവാലുവേഷൻ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഇൻ റിസർച്ച്. റിസർച്ച് കുറച്ച് ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണെന്ത്, പ്രോസ്പെക്റ്റീവ് റിസർച്ച്. പ്രോസ്പെക്റ്റീവ് റിസർച്ച് വെച്ചതാണ് ഒരു ഫ്യൂച്ചർ ആയിട്ടൊരു ഈവെന്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തുന്ന റിസർച്ച് ആണെന്ത് പ്രോസ്പെക്റ്റീവ് റിസർച്ച്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, 2050 നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും പോപ്പുലേഷൻ, 2050 എത്ര, 2050 എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിലുള്ള പോപ്പുലേഷൻ. രണ്ടാമത്തെയാണ് എ സ്റ്റഡി ടു അസസ് ദ ഔട്ട്കം ഓഫ് ദ വാക്സിനേഷൻ ഇൻ 2030 നടക്കുന്ന ഒരു വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ ഔട്ട്കം എങ്ങനെയായിരിക്കാം, ഇതിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണെന്ത് പ്രോസ്പെക്റ്റീവ്, ഫ്യൂച്ചർ ഇവന്റിനെ പറ്റി. സെക്കൻഡ് വൺ ആണെന്ത് റിട്രോസ്പെക്റ്റീവ്. റിട്രോസ്പെക്റ്റീവ് മീൻസ് എന്താണ്, ഒരു പാസ്റ്റ് ഇവന്റിനെ പറ്റി നടത്തുന്ന റിസർച്ച്. പ്രോസ്പെക്റ്റീവ് ഫ്യൂച്ചറിനെ പറ്റി ആണെങ്കിൽ, റിട്രോസ്പെക്റ്റീവ് എന്താണ്, ഒരു പാസ്റ്റിലെ ഒരു ഇവന്റിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണെന്ത് റെട്രോസ്പെക്റ്റീവ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, 1999 തൊട്ട് 2024 വരെയുള്ള എയർ പൊല്യൂഷനെ പറ്റി. പിന്നെന്താണ്, എ സ്റ്റഡി ടു അസസ് ദ ഡെത്ത് റേറ്റ് ഇൻ ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഡെത്ത് റേറ്റ്. പിന്നെ എ സ്റ്റഡി ടു ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഇൻ 2015. ഇതൊക്കെ എന്താണ്, പാസ്റ്റ് ഇവന്റിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണ്. പിന്നെന്താണ്, എ സ്റ്റഡി ടു ഇവാലുവേറ്റ് ദ യൂസ് ഓഫ് കോണ്ടം ഇൻ 1950s ഓഫ് ഇന്ത്യ. 1950 എന്താണ് കോണ്ടം യൂസേജിനെ പറ്റി ഒരു റിസർച്ച് നടത്തുവാണ്, അതിന്റെ ഇവാലുവേഷൻ നടത്തുവാണ്. ഇതാണെന്ത് റിട്രോസ്പെക്റ്റീവ് റിസർച്ച്. തേർഡ് വൺ ആണെന്ത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഒരു ഹിസ്റ്റോറിക്കൽ ഈവന്റിനെ പറ്റി, ലൈക്ക് എന്തൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സ്റ്റഡി ടു അസസ് ദ നമ്പർ ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ
A study to assess the incidence in 1947 ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ഇൻസിഡന്റിനെ പറ്റിയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അതാണെന്ത് ഫിനോമിനോളജിക്കൽ. നെക്സ്റ്റ് വൺ ആണെന്ത് ഫിനോമിനോളജിക്കൽ റിസർച്ച്. ഫിനോമിനോളജിക്കൽ റിസർച്ച് മീൻസ് എന്താണ്? ഒരു നാച്ചുറൽ ഇവന്റിനെ പറ്റി നമ്മൾ നടത്തുന്ന റിസർച്ച്. നാച്ചുറൽ ഇവന്റ്സ് മീൻസ് എന്താണ്? വാട്ട്സ് ദ റീസൺ ഫോർ റെയിനിങ്, എ സ്റ്റഡി ടു അസസ് ദ റീസൺ ഫോർ റെയിനിങ്. ഇതൊക്കെ എന്താണ്? ഫിനോമിനോളജിക്കൽ ആണ്. പിന്നെ എ സ്റ്റഡി ടു അസസ് ദ വയലൻസ് എറോപ്ഷൻ ഇൻ നോർത്തേൺ പസഫിക് ഓഷ്യൻ. നോർത്തേൺ പസഫിക് ഓഷ്യനിലുള്ള വയലൻസ് എറോപ്ഷനെ പറ്റിയാണെന്ത് നമ്മൾ നടത്തുന്ന റിസർച്ച്. ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഈവന്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണെന്ത് എത്നോഗ്രാഫിക്കൽ റിസർച്ച്. എത്നോഗ്രാഫിക്കൽ മീൻസ് എന്താണ്? ഒരു റിസർച്ചർ ഒരാളുടെ ലൈഫ് സ്റ്റൈൽ, അയാളുടെ ഇമോഷൻസ്, ബിഹേവിയർ, ഹാബിറ്റ്സ് ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന റിസർച്ച് ആണെന്ത് എത്നോഗ്രാഫിക്കൽ. എത്നോഗ്രാഫിക്കലിന് ഒരു എക്സാമ്പിൾ ആണെന്ത് ഒരു റിസർച്ച് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി പോയിട്ട് അവരുടെ കൂടെ ജീവിച്ച് അവരിൽ ഒരാളായി ജീവിച്ചിട്ട് അവരുടെ ഇമോഷൻസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഹാബിറ്റ്സ് ഒക്കെ പഠിച്ചെടുക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ ആണ് എ സ്റ്റഡി ടു അസസ് ദ ഇമോഷൻസ് ഓഫ് മാനിക് പേഷ്യൻസ് ഇൻ സൈക്യാട്രിക് വാർഡ്. സൈക്യാട്രിക് വാർഡിലുള്ള മാനിക് പേഷ്യൻസിന്റെ ഇമോഷൻസിനെ പറ്റി പഠിക്കുന്നു. അപ്പോൾ ഒരാളുടെ ഇമോഷൻസ്, ലൈഫ് സ്റ്റൈൽ, ഹാബിറ്റ്സ്, ബിഹേവിയർ ഇതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന റിസർച്ച് ആണെന്ന് എത്നോഗ്രഫി. നെക്സ്റ്റ് വൺ ആണെന്ത് കേസ് സ്റ്റഡി റിസർച്ച്. കേസ് സ്റ്റഡി മീൻസ് നമ്മൾ കോളേജിലൊക്കെ എന്താണ് കേസ് സ്റ്റഡി നടത്തിയിട്ടില്ലേ? അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ ഡെപ്ത് ആയിട്ട് ഒരു കണ്ടീഷനെ പറ്റി നമ്മൾ നടത്തുന്ന റിസർച്ച്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a study to conduct on chickenpox, each causes, incubation periods, signs and symptoms, diagnosis and precautions. പിന്നെ എന്താണ്? A study to assess the cause of study to assess the key study to assess the topic of study to assess the TB പേഷ്യൻസിനെ പറ്റി നമ്മൾ നടത്തുന്നത്. അതിനകത്ത് കോസസ് TB അല്ലെങ്കിൽ HIV എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഡയഗ്നോസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ മാനേജ്മെന്റ്സ് കൊടുക്കാം എന്നതിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണെന്ത് കേസ് സ്റ്റഡി. നെക്സ്റ്റ് വൺ ആണെന്ത് സർവേ റിസർച്ച്. സർവേ മീൻസ് എന്താണ്? നമ്മൾ സ്ഥലത്ത് പോയിട്ട് എന്താണ് കുറെ ക്വസ്റ്റിനെയേഴ്സ് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഒരു പോപ്പുലേഷന് കൊടുക്കുകയാണ്. ആ പോപ്പുലേഷൻ എന്ത് ചെയ്യും? അതിന്റെ ഒരു അസസ്മെന്റ് വരും, റെസ്പോൺസ് വരും, ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് വരും. ആ റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിസർച്ച് നടത്തുകയാണ്. ഇതാണെന്ത് സർവേ റിസർച്ച്. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എ സ്റ്റഡി ടു അണ്ടർസ്റ്റാൻഡ് study to assess the number of COPD patients with the help of checklist. ചെക്ക്ലിസ്റ്റിന്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് COPD പേഷ്യൻസിനെ പറ്റി പഠിക്കാനാണ് റിസർച്ച്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണെന്ത് എക്സ്പെരിമെന്റൽ റിസർച്ച്. എക്സ്പെരിമെന്റൽ മീൻസ് എന്താണ്? അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും, കൺട്രോൾ എയും കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും. കൺട്രോൾ ഗ്രൂപ്പിനും പിന്നെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനും സെയിം ഡിസീസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം കണ്ടീഷൻ ഉള്ള പേഷ്യൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് എക്സ്പെരിമെന്റ് ചെയ്ത ടീമിന് മാത്രമായിരിക്കും നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 20 കൊറോണ പേഷ്യൻസിന് വാക്സിനേഷൻ എടുത്തു, പേഷ്യൻസിന് എടുത്തു. അതിൽ 10 പേര് കൺട്രോൾ ഗ്രൂപ്പും 10 പേര് എന്താണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുമായിട്ട് എടുത്തു. ആ 10 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എല്ലാം എടുത്ത 10 ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? കൊറോണ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സസൈസസ് ചെയ്യാൻ പറയും. മറ്റേ 10 പേർ ഒന്നും ചെയ്യേണ്ട, ഡെയിലി ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറയും. അപ്പൊ എന്താണ് ഈ എക്സസൈസ് ചെയ്താലുള്ള ബെനിഫിറ്റ്സിനെ പറ്റി, കൊറോണ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ഈ റിസർച്ച് നടത്തുന്നത്. വേറൊരു എക്സാമ്പിൾ A study is carried out in two groups of high school students, Group A and Group B. Group B was given the teaching. The knowledge is evaluated. അപ്പൊ എന്താണ് ഗ്രൂപ്പ് ബിന്റെ നോളജ് മാത്രമാണ് എവാലുവേറ്റ്, രണ്ടാളുടെ ഗ്രൂപ്പ് എവാലുവേറ്റ് ചെയ്തത്. പക്ഷെ ടീച്ചിങ് കൊടുത്ത ആൾക്കാണ് ഗ്രൂപ്പ് ബിക്ക് മാത്രമായിരിക്കും. ഇതാണെന്ത് എക്സ്പെരിമെന്റൽ റിസർച്ച്. നെക്സ്റ്റ് വൺ ആണെന്ത് കമ്പാരേറ്റീവ്. കമ്പയർ ചെയ്യാണ്, രണ്ടെണ്ണത്തിൽ തമ്മിലുള്ള കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ടു 4 ഇയർ മാർക്ക് ലിസ്റ്റ് BSc ബേസിലെ മാർക്ക് ലിസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യാണ്. പിന്നെ അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും തമ്മിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സ്പ്രെഡിനെ പറ്റി നമ്മൾ റിസർച്ച് നടത്തുന്നു. പിന്നെന്താണ് എ സ്റ്റഡി വാസ് കണ്ടക്ടഡ് ടു അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ബൈ ചെക്കിംഗ് ദ മാർക്ക് ഓഫ് ഈച്ച് സ്റ്റുഡൻസ് ഇൻ റെസ്പെക്റ്റീവ് ഓഫ് ദ ഹൈസ്കൂൾ മാർക്സ്. അവരുടെ ഹൈസ്കൂൾ മാർക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഒന്നെങ്കിൽ റൂറൽ ഏരിയ അർബൻ ഏരിയ തമ്മിൽ കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ടു 4 ഇയർ മാർക്ക് ലിസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. ആ ടൈപ്പ് ഓഫ് റിസർച്ച് ആണ് കമ്പാരേറ്റീവ് റിസർച്ച്. നെക്സ്റ്റ് വൺ ആണ് കൊഹോർട്ട് സ്റ്റഡി. കൊഹോർട്ട് സ്റ്റഡി മീൻസ് എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഒരു പോപ്പുലേഷനെ പറ്റി നമ്മൾ നടത്തുന്ന റിസർച്ച് ആണെന്ത് കൊഹോർട്ട് സ്റ്റഡി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് എ സ്റ്റഡി ടു അസസ് ദ നമ്പർ ഓഫ് കൊറോണ പേഷ്യൻസ് ഇൻ ഇന്ത്യ, 1000 ആന്റിനേറ്റൽ മദർ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് കൊറോണ. പിന്നെന്താണ് എ സ്റ്റഡി ടു അസസ് ദ നമ്പർ ഓഫ്
ലാക്ടേറ്റിംഗ് മദറിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണ് എന്ത് കൊഹോർട്ട് സ്റ്റഡി. നെക്സ്റ്റ് വൺ ആണ് എന്ത് 5,000 ആൽക്കഹോളിക് പേഷ്യന്റ്, 5,000 സ്മോക്കേഴ്സ്, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ പറ്റി നടത്തുന്ന റിസർച്ച് ആണ് എന്ത് കൊഹോർട്ട് സ്റ്റഡി. നെക്സ്റ്റ് വൺ ആണ് എന്ത് കോറിലേഷണൽ. കോറിലേഷൻ മീൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വാരിയബിൾസ്. ഹൈപ്പർ ടെൻഷനും ഡയബറ്റിസ് മെഡിസിൻസും തമ്മിലുള്ള ബന്ധം, അങ്ങനെ രണ്ടെണ്ണത്തെ തമ്മിലുള്ള ബന്ധങ്ങൾ പഠിക്കുകയാണ്. എക്സാമ്പിൾ പറയാം. A study to evaluate the relationship between hand hygiene and infection in urban area. അല്ലെങ്കിൽ എന്താണ് ഹൈജീനും ഇൻഫെക്ഷനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുന്ന റിസർച്ച്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ. A study to evaluate the relationship between stroke and hypertension among old age peoples. ഇപ്പൊ എന്താണ് ഓൾഡ് ഏജ് പീപ്പിൾസിനെ പറ്റിയുള്ള ഹൈപ്പർ ടെൻഷനും സ്ട്രോക്കും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പഠിക്കുകയാണ്. നെക്സ്റ്റ് പറയുന്നത് കേസ് കൺട്രോൾ. കേസ് കൺട്രോൾ മീൻസ് എന്താണ് സ്റ്റഡി വാസ് കണ്ടക്ടഡ് ഇൻ ദ പേഷ്യന്റ് വിത്ത് അല്ലെങ്കിൽ ഇറോസും അഫക്ട് ചെയ്ത പേഷ്യൻസ് അതിന് ഇറോസും അഫക്ട് ചെയ്യാത്ത പേഷ്യൻസ്, സ്മോക്കേഴ്സ്, നോൺ സ്മോക്കേഴ്സ്, ആൽക്കഹോളിസം ഉള്ള പേഷ്യൻസ്, നോൺ ആൽക്കഹോളിസം ഉള്ള പേഷ്യൻസ്, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തിട്ട് പക്ഷെ ഒന്നിൽ ഉള്ളതും മറ്റൊന്നും ഇല്ലാത്തതും അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിസൾട്ട് ആണത് കേസ് കൺട്രോൾ. ലാസ്റ്റ് വൺ ആണത് ക്രോസ് സെക്ഷണൽ. ക്രോസ് സെക്ഷണൽ മീൻസ് എന്താണ് സ്റ്റഡി വാസ് കണ്ടക്ടഡ് എന്തിനെ പറ്റിയാണ് ക്രോസ് സെക്ട് ചെയ്താല് ഈച്ച് ഡിവിഷൻ ഈച്ച് പാർട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നതാണ് എന്ത് ക്രോസ് സെക്ഷണൽ. എക്സാമ്പിൾ a study to evaluate the number of communicable disease and its incidence in respect of age and in respect of cost, in respect of gender, in respect of population. ഇതൊക്കെ in detail ആയിട്ട് പഠിക്കുന്നതാണ് എന്ത് ക്രോസ് സെക്ഷണൽ. വൺ മോർ എക്സാമ്പിൾ ഉണ്ട്. എന്താണ് സ്റ്റഡി ടു വാല്യൂ ഗോൾ ഓഫ് സ്റ്റാൻഡേർഡ് നഴ്സിംഗ് കെയർ ഇൻ ഹോസ്പിറ്റൽ. അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. ഇതാണ് ക്രോസ് സെക്ഷണൽ. അപ്പൊ ടൈപ്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.